ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വഴക്കുകളെല്ലാം അവസാനിച്ചതോടുകൂടി ഗംഗാധര മേനോൻ തിരിച്ച് നീലഗിരിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പായി ബാലേന്ദ്രനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണമെന്ന് ഗംഗാധര മേനോൻ പറയുന്നുണ്ട്. വെളിച്ചം പോകുന്നറിഞ്ഞ് എറണാകുളത്തുനിന്ന് മനു എത്തിയിട്ടുണ്ട് കേട്ടോ കൊല്ലപ്പള്ളി വീട്ടിലേക്ക്. വന്നയുടനെ കമലയായി ചെറുതായിട്ടൊന്ന് കൊമ്പ് കോർക്കുന്നുണ്ട് മനു. അതിനുശേഷം മുത്തശ്ശിയെ പോയി കാണുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ കടപ്പാട്ടൂരോട്ട് തിരിച്ചു പോകാൻ അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ ബാലേന്ദ്രൻ ഇനി തന്നെ ആ വീട്ടിലേക്ക് കേട്ടില്ലെന്നാണ് കേട്ടോ മുത്തശ്ശി വിചാരിച്ചിരിക്കുന്നത്. ബബിതയോടും രോഹിത്തിനോടും നല്ല രീതിയിൽ തന്നെ അമ്മാവന്മാർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരതൊന്നും കേൾക്കാൻ തയ്യാറല്ല. കൂടെ അവരെഴുതി കയറ്റാൻ ഹരിയും കമലയും ഉണ്ട്. മനു ആണെങ്കിൽ അലീനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയില്ല കേട്ടോ. നേരെ പോയത് എറണാകുളത്തേക്കാണ്. അതിനുശേഷം ഇന്നാണ് കേട്ടോ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ 3-4 ദിവസമായിട്ട് അലീനയെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അലീനയെ കാണാനായിട്ട് നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോവാണ് കേട്ടോ മനു. അങ്ങനെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചതും വാതിൽ തുറക്കുന്നതും നമ്മുടെ അലീനയാണ് കേട്ടോ. മനുവിനെ കണ്ടതും അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആ മനുവേട്ടാ, ഞാനിപ്പോൾ ഓർത്തതേ ഉള്ളൂ മനുവേട്ടൻ്റെ കാര്യം. അപ്പം നമ്മുടെ മനു ചോദിക്കുന്നുണ്ട്, എന്താ അലീന എന്നെക്കുറിച്ച് ഓർത്തത്? അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, 2-3 ദിവസമായല്ലോ മനുവേട്ടനെ കണ്ടിട്ട്, അതാ ഞാൻ ഓർത്തത്. അപ്പം നമ്മുടെ മനു ചെറിയൊരു ചിരിയോടുകൂടി അലീനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ കാണാനൊക്കെ തോന്നാറുണ്ടോ എന്നെ? ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചെറുതായിട്ട് നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അലീനയ്ക്ക് മനസ്സിലായി മനു എന്താ ഉദ്ദേശിച്ചതെന്ന്. പക്ഷേ അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ അലീന പറയുന്നുണ്ട് കേട്ടോ, പിന്നെ തോന്നാറുണ്ടല്ലോ. എന്നോട് അടുപ്പവും സ്നേഹമുള്ള വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അവരെയെല്ലാം ഞാൻ എന്നും ഓർക്കാറുണ്ട്, കാണാൻ ആഗ്രഹിക്കാറുമുണ്ട്. മനുവേട്ടനെ തന്നെ ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം ഓർക്കാറുണ്ടെന്നോ. ഇത് കേട്ടതും മനുവിന് മനസ്സിലായി അലീന വെറുതെ വട്ട് കളിപ്പിക്കുകയാണെന്ന്. അന്നേരം മനു അലീനയുടെ കൈ പിടിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഓർക്കുന്ന പോലെയാണോ എന്നെ ഓർക്കുന്നത്? ഇത് കേട്ടതും അലീന ആകെ പതറി പോകുന്നുണ്ട് കേട്ടോ. മനു ആണെങ്കിൽ മുമ്പൊന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മനു ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുത്തരം പറയണമെന്നറിയാതെ അലീന ആകെ സ്തംഭിച്ചു പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ കൃഷ്ണമോള് അവിടേക്ക് അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. കൃഷ്ണമോളെ കണ്ടതും അലീനയും മനുവും കൈ വിടുന്നുണ്ട് കേട്ടോ. രണ്ടുപേരുടെ മുഖത്തും ഒരു ചമ്മിയ നാണമൊക്കെ ഉണ്ട്. എന്തായാലും കൃഷ്ണമോൾക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പോൾ നിങ്ങൾ രണ്ടാളും ഇവിടെ കൈ കോർത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? മനു ആണെങ്കിൽ ആകെ ചമ്മി നാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല മോളെ, ഞാൻ നിനക്ക് ചായ വെക്കുകയായിരുന്നു, നിനക്ക് ട്യൂഷന് പോകാറായില്ലേ? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ട്യൂഷനൊക്കെ ഞാൻ പോയിക്കോളാം. അല്ല, ഇവിടെ എന്താ നടക്കുന്നേ? അപ്പോൾ മനു പറയുന്നുണ്ട്, ഇവിടെ എന്താ, ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോഴല്ലേ നീ കയറി വന്നത്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, മനുവേട്ടാ വേണ്ട, എന്നെ പൊട്ടിയൊന്നും ആക്കാൻ നോക്കണ്ട. നിങ്ങൾ രണ്ടുപേരുടെയും പരിങ്ങലും ചമ്മലും കണ്ട എനിക്കറിയാം. ദേ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ അലീന ചേച്ചിയെ ഇവിടെ നിന്ന് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് കട്ടുകൊണ്ട് പോകാമെന്നൊന്നും മനുവേട്ടൻ വിചാരിക്കണ്ട കേട്ടോ, ഞാൻ തരത്തില്ല. ഇത് കേട്ടതും അലീനയ്ക്കും മനുവിനും ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അതിന് നിൻ്റെ സമ്മതം ആർക്ക് വേണം? എനിക്കേ എൻ്റെ അങ്കിള് സമ്മതം തന്നിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ വരെ എത്തിയോ? എങ്കിലത് ഇപ്പം തന്നെ അറിയണമല്ലോ, ഞാൻ അച്ഛനെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണമോള് അച്ഛനെ ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടതും മനു പറയുന്നുണ്ട്, പൊന്നുമോളെ ചതിക്കല്ലേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, എന്നാലേ ആ തമാശയൊന്നും എൻ്റെ അലീന ചേച്ചിയുടെ അടുത്ത് വേണ്ട. എൻ്റെ ചേച്ചീനെ ഞാനൊരു ഡോക്ടർക്ക് കെട്ടിച്ചു കൊടുക്കൂ. ഇത് കേട്ടതും മനു ചോദിക്കുന്നുണ്ട്, അതെന്താടി ഡോക്ടർക്ക്? ഞങ്ങളെപ്പോലുള്ള ഐറ്റിക്കാരൊന്നും മനുഷ്യന്മാരല്ലേ? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അല്ലെന്നാരും പറഞ്ഞില്ലല്ലോ, എൻ്റെ ചേച്ചി പഠിച്ചത് GDA അല്ലേ, അപ്പോൾ അതുമായി മാച്ച് ചെയ്തു പോകുന്ന ഒരു പ്രൊഫഷണലുള്ള ആളല്ലേ ചേച്ചിക്ക് നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലതൊരു ഡോക്ടറാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അതെന്താ, നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇത് കേട്ടതും കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇതുവരെ കണ്ടൊന്നും വെച്ചിട്ടില്ല, ഇനി വേണം കണ്ടുപിടിക്കാൻ. അല്ലെങ്കിലും മനുവേട്ടനെ കെട്ടാൻ പറ്റില്ലല്ലോ, മനുവേട്ടൻ ഞങ്ങളുടെ കസിനല്ലേ.
കസിൻ എന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെ സ്ഥാനമല്ലേ? അല്ല അലീന ചേച്ചി. അങ്ങനെ പറഞ്ഞ് കൃഷ്ണമോൾ നമ്മുടെ അലീനയുടെ മുഖത്തോട് നോക്കുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തേ, പറ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് ശരിയാ. കസിൻ എന്ന് പറയുമ്പോൾ ബ്രദറിൻ്റെ സ്ഥാനമാണ്. ഇത് കേട്ടതും മനു ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. ബ്രദറോ? അലീനെ, നീ എന്തീ പറയുന്നേ? ഞാൻ നിൻ്റെ ബ്രദറാണോ? ഇത് കേട്ടതും അലീനയ്ക്ക് ചെറുതായിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ. അലീന വെറുതെ മനുവിനെ ഒന്ന് വട്ടുപിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അങ്ങനെ ചിരി അടക്കി പിടിച്ച് അലീന പറയുന്നുണ്ട്, അങ്ങനെയല്ലേ മനുവേട്ടാ വേണ്ടത്. ഇത് കേട്ടതും മനുവിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അമ്മാവൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ ബ്രദർ എന്നാണോ അർത്ഥം? അപ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, അതേലോ, മനുവേട്ട എനിക്ക് ചേട്ടനല്ലേ. അപ്പം മനു പറയുന്നുണ്ട്, ഞാൻ നിന്നോടല്ല ചോദിച്ചേ, അലീനോടാ. അപ്പം അലീന പറയുന്നുണ്ട്, കൃഷ്ണമോള് പറഞ്ഞത് തന്നെയല്ലേ ശരി. അങ്ങനെയാ കാണണ്ടേ. ഇത് കേട്ടതും മനുവിന് ദേഷ്യം വരാൻ തുടങ്ങിട്ടോ. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. അങ്ങനെ പറഞ്ഞ് മനു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നമ്മുടെ എപ്പിസോഡ് നാളെ വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.